ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി നിയോബിക്സ് എന്ന് പറയുന്ന PTC സൈറ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ഫേമസും വളരെ പേർ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് കൂടിയാണ്. ഇത് ഇന്ന് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ PTC സൈറ്റിൽ ഒന്നാണ് ഈ നിയോബിക്സ് എന്നത്. നോക്കാം ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്നതിന് മുമ്പായി നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നോക്കാം. അതായിരിക്കും ഒന്നും കൂടി എളുപ്പം. അപ്പോൾ എനിക്ക് ഈ സൈറ്റിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായി ഗൂഗിളിൽ നിയോബിക്സ് നമ്മൾ ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണുന്ന പേജാണ് ഇവിടെ ഇത്. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കിയാൽ മെമ്പേഴ്സ് അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽ. അതേപോലെ ഇവിടെ കാണുന്നത് ഈ സൈറ്റിൽ അഡ്വർടൈസ്മെന്റുകൾ കാണുന്ന അവരുടെ ഡീറ്റെയിൽ. അതേപോലെ ഇവിടെ കാണുന്നത് ഈ സൈറ്റിൽ വർക്ക് ചെയ്ത് കമ്പനി അവർക്ക് പേ ചെയ്തതിന്റെ ഡീറ്റെയിൽ. അതേപോലെ ഇവിടെ നോക്കിയാൽ 2008 മുതൽ ഈ സൈറ്റ് ചാലുവാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ വർക്ക് എന്ന് നോക്കാം. അതിനായി ലോഗിൻ ചെയ്യാം. എൻ്റെ നെറ്റ് വളരെ സ്ലോ ആണ്. ഇവിടെ സെക്കൻഡറി പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ലോഗിൻ ആയതിനു ശേഷം നമ്മൾക്ക് കാണാൻ കഴിയുന്ന പേജാണ് ഇത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ അക്കൗണ്ടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യൂ അഡ്വർടൈസ്മെന്റുകളുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് അഡ്വർടൈസ്മെന്റുകൾ കിട്ടുന്നത്. ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സിൽ കോയിൻസ്, മിനി ജോബ്സ്, അതേപോലെ ചാറ്റ്സ്, ഇതെല്ലാം നമുക്ക് എടുത്ത് ചെയ്യാവുന്ന വർക്കുകളാണ്. അതുപോലെ ഇവിടെ നോക്കിയാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഈ സൈറ്റിലെ ലിങ്ക് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ കാണുന്നതാണ് ലിങ്ക്. ഈ ലിങ്കാണ് നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനും അതേപോലെ മറ്റുള്ള ഇവർക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറ്റ് ഫ്രണ്ട്സോ ആരോയെങ്കിൽ നമ്മുടെ ലിങ്കിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ നിന്നും കുറച്ച് പേഴ്സൻറ്റേജുകൾ നമ്മുടെ അക്കൗണ്ടിൽ ആഡാവുന്നതാണ്. ഇതിലൂടെ അവർക്ക് നഷ്ടമോ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആഡായ ഒരു വ്യക്തിയെ കാണിക്കുന്നതാണ് ഡയറക്റ്റ് റെഫറൽ. ഇവിടെ ഇത് ഓക്കെ. നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്ന് നോക്കാം. അതിനെ വ്യൂ അഡ്വർടൈസ്മെന്റ്. ഇവിടെ ഈ കാണുന്ന എക്സ്പയർഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളാണ് ഇവിടെ ഈ കാണുന്നത്. ഇതെല്ലാം അഡ്വർടൈസ്മെന്റുകൾ. അതുപോലെ ഫിക്സ്ഡ് അഡ്വർടൈസ്മെന്റുകളാണ് ഇവിടെ ഈ കാണുന്നത്. അതേപോലെ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ബോക്സുകളാണ് ഇന്നത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ള ബാലൻസ് ഉള്ളത്. ഈ ഒരു ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റെഡ് ബട്ടൺ വരുന്നതായി കാണാം. ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നോക്കിയാൽ വ്യൂ വെയിറ്റിംഗ് ഫോർ അഡ്വർടൈസ്മെന്റ് ദ ലോഡ് എന്ന് വരുന്നതായി കാണാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഓയിൽ നമുക്ക് ഒരു ഓറഞ്ച് കളർ ലോഡായിട്ട് വന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്നതാണ് അഡ്വർടൈസ്മെന്റ് ലോഡായതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ ഇവിടെ നോക്കിയാൽ 1 ബോണസ് പാക്ക് എന്നത് നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റ് ഓപ്പൺ ആയതിന് നമുക്ക് ഈ
കിട്ടിയതാണ് ഈ 1 ബോണസ് പാക്ക്. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ കാണുന്ന എല്ലാ ജോബ്സും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. അതിനായി ലോഗ് ഔട്ട് അടിച്ചു. ആദ്യം നമ്മൾ ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പേജാണ് ഇവിടെ ഇത്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ നോക്കാം. ഇവിടെ നോക്കിയാൽ യൂസർ നെയിം, പാസ്വേഡ് അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫേസ്ബുക്കിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസർ നെയിം അടിക്കാം, പാസ്വേഡ്. പാസ്വേഡ് ഒന്നും കൂടി ഉറപ്പുവരുത്തുന്നതിനായി നമ്മൾ അടിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇനി പേപാൽ അക്കൗണ്ട്. ഈ പേപാൽ അക്കൗണ്ട് എന്നത് നമ്മൾ ഈ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ ഈ പേപാൽ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ആവശ്യം നമ്മൾ ഈ സൈറ്റിൽ ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേപാൽ അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ് ഏതാണോ അത് തന്നെയായിരിക്കണം നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. പിന്നെ റെഫറൽ. ഇപ്പോൾ നമ്മൾ പുതിയതായി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെഫറിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ എൻ്റെ റെഫറൽ ഇവിടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ബർത്ത് ഇയർ അത് നമുക്ക് ഏതെങ്കിലും ഒരു വർഷം അടിക്കാവുന്നതാണ്. വെരിഫിക്കേഷൻ കോഡ്. ഈ കാണുന്നതാണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്. ഇത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ ചെറിയ ബോക്സിൽ കാണുന്നതാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂസ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഈ സൈറ്റിൽ നിന്നും ഒരു ലിങ്ക് എത്തുന്നതാണ്. ആ ലിങ്കിലൂടെയാണ് ഈ സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ മെയിൽ ഐ ഡി നമ്മുടെ തന്നെ എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജോബ് രജിസ്റ്റർ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.